എസിലിന്റെ ഏറ്റവും ഭയങ്കര ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറയട്ടെ? എസിലിന്റെ പറയോ, എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ചിരി ശരി, അത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛനും ഇതുപോലെ തന്നെയാ. പണ്ട് ചെറുപ്പത്തില് ഈ പറയണ അച്ഛൻ ഈ സെന്റ് ഓഫ് ഒക്കെ, അച്ഛൻ പ്രീസ്റ്റ് ആണ്. അപ്പൊ ഒരു 3 വർഷം കൂടുമ്പോ പള്ളിയിലൊക്കെ സെന്റ് ഓഫ് ഉണ്ടാവും. അപ്പൊ സെന്റ് ഓഫിന്റെ സമയത്ത് ഇങ്ങനെ പോകുമ്പോ അവിടെ സെന്റ് ഓഫിന്റെ സമയത്ത് ഓരോരുത്തർ സംസാരിക്കുമ്പോ ഏറ്റവും കൂടുതൽ പറയണത് അതാണ്, ഓ പള്ളിപ്പാട്ടച്ഛന്റെ ചിരി. അങ്ങനെ ഫാദർ ജോസഫ് പള്ളിപ്പാട്ട് എന്നാണ് പറയുന്നത്. നമ്മള് ആ പള്ളിപ്പാട്ടച്ഛൻ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഓരോ അച്ഛന്മാരെ നമ്മള് വിളിക്കുന്നത്. അപ്പൊ പള്ളിപ്പാട്ടച്ഛന്റെ ചിരി, പള്ളിപ്പാട്ടച്ഛൻ ചിരിച്ചുകൊണ്ട് എപ്പോഴും അങ്ങനെ നടക്കും, എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അച്ഛന് ഇതേപോലെ തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ചിരി. കമന്റ് ചെയ്യാൻ കണ്ടതാ, ഈ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ആകണ ഇടയ്ക്ക് അങ്ങനെ കഴിഞ്ഞു അത് രസല്ലേ? ചെറുതായിട്ട്. ജാനവനിലെ ജോയ്മോനും ആക്ച്വൽ ബേസിൽ ജോസഫും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്റെ ബർത്ത്ഡേ ഫുൾ കളർഫുൾ ആയിരിക്കണം, ആലോചന ആഗ്രഹമുള്ള ആളാണ്. ഇത് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, വിനീതേട്ടനാണ്. സ്വന്തമായി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും 12 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ പണ്ട് മുതല് കേക്ക് അല്ല, ബർത്ത്ഡേ ഒക്കെ നമുക്ക് ചെറുപ്പം മുതല് വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. അന്ന് രാവിലെ വീട്ടില് കേക്ക് കട്ട് ചെയ്ത് അപ്പുറത്തെ വീട്ടിലൊക്കെ കേക്കുമായിട്ടൊക്കെ കൊണ്ടുചെല്ലും, മിഠായി ഒക്കെ കൊടുക്കും. അതൊക്കെ പണ്ട് മുതലേ ഉള്ളതാ. പിറന്നാളൊക്കെ നമുക്ക് ആദ്യം മുതലേ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അല്ലെ അന്ന് പറഞ്ഞ സത്യമാണോ? അതായത് തന്നെത്താനെ പോയി അങ്ങ് കേക്ക് മുറിച്ചോ? തന്നെത്താനെ മുറിച്ചോന്നല്ല, അവര് ലൊക്കേഷനിൽ കേക്ക് കൊണ്ടുവന്നു, അപ്പൊ ഞാൻ മുറിച്ചു. അല്ലാണ്ട് ഇപ്പൊ എന്റെ ബർത്ത്ഡേക്ക് പിന്നെ ആരെ വിനീതനാണ് കേക്ക് മുറിക്കുക? 12 മണിയായി ആരും ഓർത്തില്ല, ഞാൻ സ്വന്തമായിട്ട് പോയങ്ങ്. അങ്ങനൊന്നുമല്ല, ഇല്ല, അവര് കേക്ക് കൊണ്ടുവന്നു. അന്ന് നൈറ്റ് ഷൂട്ടായിരുന്നു, കേക്ക് കൊണ്ടുവന്നു, അപ്പൊ ഞാൻ കേക്ക് മുറിച്ചു. എന്നിട്ട് വിനീതേട്ട പാട്ട് പാടി, അപ്പൊ ഞാൻ ഡാൻസ് കളിച്ചു. രസല്ലേ? അതുകൊണ്ടാണോ ഭാര്യ എലിസബത്ത് എപ്പോഴും ഭയങ്കര ശ്രദ്ധിക്കാറുണ്ടല്ലേ, ബർത്ത്ഡേസ് എല്ലാം ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം? അവളും എല്ലാം എപ്പോഴും ഞാൻ ഈ പോസ്റ്റുകൾ കാണാം. അവൾക്ക് ഇങ്ങനത്തെ ആഘോഷമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സർപ്രൈസ് തരും. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ആണെങ്കിലും അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി എന്റെ അടുത്ത്, ഞങ്ങൾ ഡ്രസ്സൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാം, ഡ്രസ്സ് മാറും എന്നൊക്കെ പറഞ്ഞു വൈഫ് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി വിളിച്ചിട്ട്, അതെ ഈ ആ ലാഡർ ഒന്ന് എടുത്തോണ്ട് വരാമോ, ഞങ്ങളുടെ അവിടുത്തെ ആ ചെടി മേലോട്ടൊന്നും കയറി പോകുന്നില്ല, അതൊന്ന് സെറ്റാക്കി തരണം. അപ്പൊ ഞാൻ ഇങ്ങനെ എന്തിനാ എന്നെ വിളിക്കുന്നത്, എന്തെങ്കിലും ആട്ടെ ഞാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് ബോണിച്ചേട്ടൻ അവിടെ, ചേച്ചിയുടെ ഹസ്ബൻഡ്, പുള്ളി അകത്ത് എന്തോ ജോലിയില്ല, ജോലി തിരക്കില്ല. ആണോ, ഓക്കെ. അപ്പൊ ഞാൻ ലാഡറുമായിട്ട് അവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. വീട്ടിലോട്ട് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി, ഇത് ഇച്ചിരി പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അന്ന ബേസിൽ ആ ലാഡർ ഒന്ന് അകത്തോട്ട് വെച്ചോ എന്നും പറഞ്ഞിട്ട് ഞാൻ വാതിൽ തുറക്കുമ്പോൾ എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഭയങ്കര പാട്ട്, മറ്റേ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് മറ്റേ സർപ്രൈസ് ഒക്കെ പറയണ പോലത്തെ. അത് ഇപ്പൊ ഇത് സ്ഥിരമായി. ഇപ്പൊ ആ വീട്ടിലോട്ട് കയറിച്ചത് ഇപ്പൊ എല്ലാ ദിവസവും സർപ്രൈസാ.